ഹായ് ഫ്രണ്ട്സ്, ഡിസംബർ മാസമാണ് നമുക്ക് അഡീനിയം റീപോർട്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മാസം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് റീപോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. 4 പ്ലാന്റുകളാണ് ഞാൻ ഇന്ന് റീപോർട്ട് ചെയ്യുന്നത്. 4 കാരണങ്ങളാണ്, അത് ഞാൻ പറയാം ഓരോന്നും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന്. ഇതിൽ ഞാൻ കാണിക്കുന്ന 4 പ്ലാന്റുമാണ് റീപോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ചെടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു വർഷമായി ഞാൻ റീപോർട്ട് ചെയ്തിട്ട്. ഈ വർഷം ഞാൻ റീപോർട്ട് ചെയ്യാൻ ഈ സമയം നോക്കുമ്പോൾ നല്ല നിറച്ച് മുട്ടുകളുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഫുൾ വേരുകളും മാറ്റിയെടുക്കുമ്പോൾ ഈ മുട്ടുകളെല്ലാം പോകും. അതിനെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണിച്ചു. രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. അതും അതേപോലെ തന്നെയാണ്. എനിക്ക് ഇപ്പം മുട്ടുകളുണ്ട്. അതുപോലെ ചെറിയ ചട്ടിയാണ്. അപ്പം എനിക്ക് അത് റീപോർട്ട് ചെയ്യുന്നതും എങ്ങനെയെന്ന് രണ്ടാമത് കാണിക്കാം. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് കയ്യിൽ കിട്ടുന്ന സമയത്ത് എല്ലുപൊടി ചാണകപ്പൊടിയൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. വെറും മണ്ണ് മാത്രം ചേർത്തുകൊണ്ട് അങ്ങ് വെച്ചതാണ്. ഇത് ഒരു ചെറിയ പ്ലാന്റ് അല്ലേ, അത് റീപോർട്ട് ചെയ്യുന്നതും കാണിക്കാം. റീപോർട്ട് ചെയ്യാൻ ഞാൻ എടുക്കുന്ന സാധനങ്ങളാണിത്. മണ്ണ്, ചാണകപ്പൊടി, പെർലൈറ്റ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഈ മണ്ണെന്ന് പറയുന്നത് ഒഴിച്ച് വരുന്ന മണ്ണാണ്. ഈ റോഡിലൊക്കെ പുരയിടങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല മഴ പെയ്ത് കിടക്കുമ്പോഴത്തേക്ക് നല്ല മണലും എല്ലാം കൂടെ ഒലിച്ചൊരു സ്ഥലത്തോട്ട് വരും. ആ മണ്ണാണ് ഇത്. ചാണകപ്പൊടി, പെർലൈറ്റ് ഉണ്ട്, എല്ലുപൊടിയും വേപ്പ പിണ്ണാക്കും കൂടെ ഒരുമിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അഡീനിയം റീപോർട്ട് ചെയ്യാൻ ഏറ്റവും പ്രാധാന്യം നമുക്ക് നല്ല ചട്ടിയാണ്. നല്ല കട്ടിയുള്ള ചട്ടി, പ്ലാസ്റ്റിക് ചട്ടിയിലാണ് ഞാൻ കൂടുതലും റീപോർട്ട് ചെയ്യുന്നത്. അത് ഈ പരന്ന ഇതാകുമ്പോഴത്തേക്ക് കൂടുതൽ പെട്ടെന്ന് ചീത്തയാവാതെയൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരന്ന പാത്രങ്ങൾ എടുക്കുന്നത്. നല്ല ഹോളെല്ലാം ഉള്ള ചട്ടിയായിരിക്കണം. ഞാൻ ചെറിയ ചട്ടിയിലിരിക്കുന്നത് ഞാൻ ഈ ചട്ടിയിലോട്ട് തന്നെ ആക്കുന്നത്. രണ്ട് ഭാഗം മണ്ണെടുത്ത് ഞാൻ മണ്ണെന്ന് പറയുമ്പോൾ നല്ല തരിയായിട്ടുള്ള മണ്ണാണ്. മണലൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള മണ്ണുകളെടുക്കുന്നത്. എന്നിട്ട് ചാണകപ്പൊടി 2 കപ്പിന് 1 കപ്പ് ചാണകപ്പൊടിയാണ് എടുക്കുന്നത്. കൂടുതൽ ഇപ്പോൾ വളരാനല്ല, നമുക്ക് പൂക്കളാണല്ലോ കൂടുതൽ വേണ്ടത്. ഇനി എല്ലുപൊടി ഒരു കൈ അളവിന് എടുത്താൽ മതി. ഒരു ചട്ടിക്ക് 1 കൈ അളവിനാണ്. ഇപ്പോൾ കുറഞ്ഞു പോയെന്ന് തോന്നിയാണ് ഒരു ശകലവും കൂടെ എടുത്തത്. അതേപോലെ ചകിരിച്ചോറ് എടുക്കാം. ഞാൻ ഒരു ശകലം ചകിരിച്ചോറ്, ഇതിൽ കാണുന്ന ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് 1 കൈക്ക്. എപ്പോഴും എനിക്കത് നല്ലതായിട്ടാണ് തോന്നുന്നത്. പലരും പറയും ചകിരിച്ചോറ് ചേർക്കണ്ട. കട്ടി പിടിക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും കുറച്ച് ചകിരിച്ചോറ് ചേർത്ത് എനിക്കൊരു കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പെർലൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് പെർലൈറ്റ് ചേർത്താലും നല്ലതാണ്. മണ്ണ് കട്ടി പിടിക്കാതിരിക്കാനാണ് പെർലൈറ്റും ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറും പെർലൈറ്റും ഞാൻ അതിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നല്ല ഒരു പോട്ടി മിക്സായി. ഇനി ഇതേപോലെയുള്ള പോട്ടി മിക്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ചെടി എടുക്കാം. ഒരു വർഷം ആയതുകൊണ്ട് നല്ലതുപോലെ റൂട്ടെല്ലാം നല്ല ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്കിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. നല്ല പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് തിരിച്ച് പിടിക്കുമ്പോൾ വരും. എല്ലാം നല്ല റൂട്ട് നല്ല ആയിട്ടുണ്ട്. ഈ മേൽഭാഗത്ത് ഈ ചെറിയ പുല്ല് ചെടികൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ചെടികളാണ്. അതിങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. അത് ഫുള്ളായെടുത്ത് മാറ്റുകയാണ് ഞാൻ. നമുക്ക് പോട്ടി മിക്സ് മാറ്റിയിട്ട് നടാം. പക്ഷേ ഞാൻ ഇപ്പോൾ നടാത്തതിൻ്റെ കാരണം ഞാൻ മുട്ടൊന്നും പൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അടിയിലോട്ട് കല്ലുണ്ടാന്ന് നോക്കിയാൽ കല്ലൊന്നും കാണാനില്ല, ഉള്ളിലോട്ടായിപ്പോയി. ഇനി അടുത്ത വർഷം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫുൾ മണ്ണ് നമുക്ക് മാറ്റിയിട്ട് ചെയ്യാം. ഈ വർഷം എന്തായാലും ഫുൾ മണ്ണ് മാറ്റുന്നില്ല ഞാൻ. കുറച്ച് മാത്രം മാറ്റിയിട്ട് അടിയിലോട്ട് മാറ്റാനൊക്കുന്നില്ല. നല്ലതുപോലെ വേരുറഞ്ഞ് തന്നെ ഇരിക്കുന്ന സൈഡിലോട്ടൊക്കെ കുറച്ച് മാറ്റാം.
നമ്മൾ പോട്ടെടുത്തിട്ട് ആ പോട്ടിൽ അടിഭാഗത്ത് നമുക്കറിയാം കല്ല് നല്ല ഡ്രെയിനേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് പാറക്കല്ലോ അല്ലെങ്കിൽ ഓട്ടും കഷ്ണമോ ഏതെങ്കിലും നമ്മൾ കുറച്ച് ഇടണം. ഇട്ടിട്ട് കുറേ പകുതിയോളം നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കാം. നമുക്ക് റൂട്ടുകളൊന്നും ഈ ചല്ലികളൊക്കെ ഇടുന്നതുകൊണ്ട് റൂട്ടുകളൊന്നും പെട്ടെന്ന് നമുക്ക് ഓടി വെളിയിലോട്ട് വരില്ല. ഈ തവണത്തെ പൂവും മൊട്ടും ഒന്നും പോകാതിരിക്കാനാണ് ഞാൻ ഈ പ്ലാന്റ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ റീപോർട്ട് ചെയ്താലുള്ള ഒരു ഗുണം അടുത്ത ദിവസം തന്നെ നമുക്ക് വെയിലത്ത് വയ്ക്കുകയും ചെയ്യാം. അടുത്തത് നമുക്ക് റീപോർട്ട് ചെയ്യാം. പോട്ടി മിക്സ് നമ്മളിപ്പോൾ എടുത്തതുപോലെ തന്നെയാണ് എടുക്കുന്നത്. രണ്ട് പാത്രം മണ്ണിന് ഒരു പിടി എല്ലുപൊടിയും വേപ്പം പിണ്ണാക്കും, ചാണകപ്പൊടി 1 കപ്പ്, ചകിരിച്ചോറ്, പ്ലാർലറ്റും, ഈ ചെടി നമുക്ക് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കൂടുതൽ മണ്ണൊന്നും നമുക്ക് കളയണ്ട. അങ്ങനെ അത് ഒന്ന് തിരിച്ച് ഇതേപോലെ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. പിന്നെ എടുത്ത് അതേ അങ്ങ് വെച്ചാൽ മതിയല്ലോ. നമുക്ക് ചെറിയ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിയിലൊക്കെ ആട്ടാക്കാൻ ഇതേപോലെ ആക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. ഒന്നും മാറ്റേണ്ട, മണ്ണൊന്നും കുറച്ച് മാറ്റേണ്ട, അതങ്ങ് സെറ്റായി പോകണം. ഈ ചെടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ പോട്ടി മിക്സ് ഒന്നും നല്ല ഇപ്പം ഞാൻ എടുത്തപ്പോഴേ കണ്ടില്ലേ, അത് ഇങ്ങനെ അങ്ങ് ഫുൾ പോയി. അത് കുറച്ച് നാളെ ആയുള്ളൂ, അത് 1 വർഷമൊന്നും ആയില്ല, കുറച്ച് നാളെ ആയുള്ളൂ ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അതുകൊണ്ടാണ് അത് റീപോർട്ട് ചെയ്യുന്നത്. ഇത് ഫുള്ള മണ്ണ് ഞാൻ മാറ്റിയിട്ട് വേറെ നമ്മളുടെ ഇപ്പം ഞാൻ ചെയ്ത പോട്ടി മിക്സ് തന്നെയാണ് ഇനി വയ്ക്കുന്നത്. ഈ പഴയ പോട്ടി മിക്സ് എല്ലാം മൊത്തത്തിൽ മാറ്റിക്കളയും. വേറൊന്നും അഴുകിയിട്ടില്ല. ഇപ്പോൾ പോട്ടി മിക്സ് കുറവാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ പോട്ടി മിക്സ് എടുക്കണം. ഇതേപോലെ ആക്കി എടുത്ത് ഇടും. ഇനി നമുക്ക് ചെറിയ ചെടി എങ്ങനെയാണ് നമുക്ക് നടുന്നതെന്ന് നോക്കാം. ഞാൻ അതിൽ ചകിരിച്ചോറ് മാത്രമാണ് എടുക്കുന്നത്. ചെറിയ ചെടിയിൽ ഞാൻ എപ്പോഴും സെയിലിനൊക്കെ ഉള്ള ചെടികൾ ഞാൻ അത് മാത്രം ചകിരിച്ചോറ്, അതിൽ കുറച്ച് ചാണകപ്പൊടി ഇപ്പോൾ ഇട്ടില്ല, ചാണകപ്പൊടി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പെർലൈറ്റ് ഉണ്ടെങ്കിൽ പെർലൈറ്റ് ചേർക്കാം, ഇല്ലെങ്കിലും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചേർത്തിട്ട് അതൊരു എപ്പോഴും ചെറിയ പ്ലാന്റ് വയ്ക്കുമ്പോൾ നമ്മൾ ചെറിയ പോട്ട് തന്നെയായിരിക്കണം എടുക്കേണ്ട. ഇപ്പം ഞാൻ എടുക്കുന്ന ഈ വെറും ചെറിയ പോട്ടാണ്. ആ പോട്ടിൽ പകുതിയോളം നിറച്ചിട്ട് ഈ പ്ലാന്റ് വയ്ക്കും. പ്ലാന്റ് വെച്ച്
കുറച്ച് ഇട്ടിട്ട് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് അതിൽ കുറച്ച് ഇനി എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കൂടെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഇടും. കണ്ട ഇതേപോലെ ഇട്ട് ചകിരിച്ചോറിട്ട് അമുക്കി വയ്ക്കും. ഈ ചെറിയ പ്ലാന്റുകൾ മിക്കവാറും ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അത് കുഴപ്പമില്ല, ചെറിയ പോട്ടായിരിക്കണമെന്നേ അല്ല. ഫുൾ ചകിരിച്ചോറാണ് എന്ന് വിചാരിച്ചാൽ ചേത്താവാനില്ല. ഇത് നമുക്ക് ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇപ്പം നമ്മൾ നട്ടൊക്കെ തീർന്ന ഉടനെ നാലിലും സാഫാണ് ഞാൻ എടുക്കുന്നത്. എന്തെങ്കിലും ഫംഗലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പലതും വേരുകൾ കട്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഇത് സാഫ് കലക്കുന്നത്. സാഫിട്ട് അത് എല്ലാത്തിലും ഒഴിക്കും. ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത 2 പോട്ടും നമുക്ക് വെയിലത്ത് ഇന്ന് തന്നെ വയ്ക്കാൻ പറ്റും. അതേസമയം ഇപ്പം ലാസ്റ്റിൽ ചെയ്തത് നമ്മൾ ഫുൾ മൊത്തത്തിൽ വേരുകളെല്ലാം മാറ്റിയിട്ടല്ലേ നമ്മൾ പോട്ട് ചെയ്തിരിക്കുന്നത്. അത് വയ്ക്കാൻ പാടില്ല. അത് ഈ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ തണലത്ത് തന്നെ വെച്ചിരിക്കണം. ഈ പ്ലാന്റ് തണലത്ത് അത് ഒരു 7 ദിവസം വരെ നമ്മൾ വെള്ളം ഒഴിക്കണം. 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. എൻ്റെ കുറച്ച് പ്ലാന്റുകൾ കാണിക്കാം.